തന്നിരിക്കുന്ന സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യുന്നത് പോലെ നമുക്ക് സ്വന്തമായി സ്റ്റൈലുകൾ തയ്യാറാക്കി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും കഴിയും. മോർ സ്റ്റൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ സ്റ്റൈൽ ബോക്സ് ജാലകം തുറക്കുക. ഇപ്പോൾ ഹെഡിങ്ങിന് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും പുതിയൊരു ഹെഡിങ് ടൈപ്പ് തിരഞ്ഞെടുക്കാം. അതിന് ഹെഡിങ്ങിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ വരുന്ന ജാലകത്തിലെ സ്റ്റൈലിൻ്റെ പേര് നൽകുക. മെയിൻ ഹെഡിങ് എന്ന് നൽകുന്നു. ഇൻഹെറിറ്റ് ഫോം എന്ന ഭാഗത്ത് ഹെഡിങ് 1 എന്ന ടൈപ്പ് തിരഞ്ഞെടുക്കുക. ഇൻഡൻസ് ആൻഡ് സ്പേസിംഗ് ജാലകത്തിൽ ബിഫോർ ടെക്സ്റ്റ്, ആഫ്റ്റർ ടെക്സ്റ്റ്, അതായത് പേജിൽ മാർജിന് മുൻപ് എത്ര അകലം വിടണം, ശേഷം എത്ര അകലം വേണം, ഫസ്റ്റ് ലൈൻ ഒന്നാമത്തെ വരി എത്ര ഉള്ളിലേക്ക് തള്ളി നിൽക്കണം എന്നൊക്കെ നമുക്കിവിടെ തീരുമാനിക്കാം. വരികൾ തമ്മിലുള്ള അകലം ലൈൻ സ്പേസിംഗ് ടാബിൽ നിന്ന് തിരഞ്ഞെടുക്കാം. അലൈൻമെൻറ്റ് ഭാഗത്ത് പലതരത്തിൽപ്പെട്ട അലൈൻമെൻ്റ് ഉണ്ട്. ഹെഡിങ് ആയതുകൊണ്ട് നമുക്ക് സെൻറ്റർ അലൈൻ തിരഞ്ഞെടുക്കാം. ഫോണ്ട് ടാബിൽ ഫോണ്ട് തിരഞ്ഞെടുക്കാം. ഫോണ്ടിൻ്റെ സൈസ് 150% എന്നാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ നമുക്ക് മാറ്റാം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അത് പോയിൻ്റ് ആക്കി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ പെർസെൻറ്റേജ് 150% എന്നുള്ള ആ ഭാഗം ഒഴിവാക്കിയ ശേഷം അവിടെ PT എന്ന് ടൈപ്പ് ചെയ്യാം. PT എന്ന് ടൈപ്പ് ചെയ്ത ശേഷം അവിടെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പോയിൻ്റ് അളവിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലോട്ട് ഈ സെലക്ഷൻ മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ 20 PT, 24 PT, ഇങ്ങനെ പല അളവിലുണ്ടാവും. ഞാൻ 24 PT തിരഞ്ഞെടുക്കുന്നു. ഫോണ്ട് എഫക്റ്റ് ടാബിൽ മറ്റൊരു കളർ തിരഞ്ഞെടുക്കാം. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ സ്റ്റൈൽ അവിടെ ക്രിയേറ്റ് ആവുന്നു. ആ സ്റ്റൈൽ നമുക്ക് ഹെഡിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാം. ആമുഖം എന്നതിന് മെയിൻ ഹെഡിങ് എന്ന നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന സ്റ്റൈലാണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ സെലക്ട് ചെയ്ത ശേഷം ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് മെയിൻ ഹെഡിങ് തിരഞ്ഞെടുക്കുന്നു. മെയിൻ ഹെഡിങ്ങിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നേരത്തെ ഹെഡിങ് 1 ആയിട്ട് നൽകിയിരുന്നത് ഇപ്പോൾ മെയിൻ ഹെഡിങ് ആയി മാറി. ബാക്കിയുള്ള ഏതൊക്കെ മെയിൻ ഹെഡിങ്ങുകൾക്ക്, പ്രധാന ഹെഡിങ്ങുകൾക്ക് തയ്യാറാക്കിയിരിക്കുന്ന പുതിയ സ്റ്റൈൽ അപ്ലൈ ചെയ്യണമോ അത് നമുക്ക് തിരഞ്ഞെടുത്ത് നൽകാം. പരീക്ഷയ്ക്കുള്ളൊരു ചോദ്യവും കൂടിയാണിത്, ഒരു സ്റ്റൈൽ തയ്യാറാക്കുന്നത് എങ്ങനെ. അപ്പോൾ പുതിയ സ്റ്റൈൽ തയ്യാറാക്കാൻ ഏത് സ്റ്റൈലിൻ്റെ ഭാഗത്താണോ സ്റ്റൈൽ വേണ്ടത് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന വിൻഡോയിലെ ഓർഗനൈസർ എന്ന ടാബിൽ സ്റ്റൈലിന് പേര് നൽകുക. ഇൻഹെറിറ്റ് ഫോം എന്ന ഭാഗത്ത് നിന്നും ഏത് തരത്തിൽപ്പെട്ട ഹെഡിങ് ആണ് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കുക. ഹെഡിങ് ആണെന്നുണ്ടെങ്കിൽ ഹെഡിങ്, മെയിൻ ഹെഡിങ് ആണെങ്കിൽ ഹെഡിങ് 1, സബ് ഹെഡിങ്ങിന് ഹെഡിങ് 2, ആ ക്രമത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇൻഡൻസ് ആൻഡ് സ്പേസിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും സ്പേസിംഗ് ജാലകത്തിലെ ആവശ്യമായിട്ടുള്ള വിലകൾ തിരഞ്ഞെടുക്കാം. അലൈൻമെൻറ്റ് ഭാഗത്ത് നിന്നും എവിടെയാണ് അലൈൻ ചെയ്യേണ്ടതെന്ന്, അതായത് ഇടത് ചേർന്ന് നിൽക്കണമോ, വലത് ചേർന്ന് നിൽക്കണമോ, മധ്യത്ത് നിൽക്കണമോ, ഇടതും വലതും ഒരുപോലെ നിൽക്കണമോ എന്ന് നമുക്കിവിടെ തിരഞ്ഞെടുക്കാം. ഫോണ്ട് ടാബിൽ നിന്നും ഫോണ്ട് തിരഞ്ഞെടുക്കാം. CTL ഫോണ്ടിൽ നിന്നും ഫോണ്ട് തിരഞ്ഞെടുക്കാം. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യത്തിൽ അതൊരു ഇംഗ്ലീഷ് ഫോണ്ടാണെന്നെങ്കിൽ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടിൽ തിരഞ്ഞെടുത്താൽ മതിയാകും. ഫോണ്ട് എഫക്ട്സ് എന്ന ടാബിൽ നിന്നും നമുക്ക് ആവശ്യമായ കളറുകളും മറ്റും തിരഞ്ഞെടുക്കാൻ കഴിയും. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഫോർമാറ്റിങ്ങും ചെയ്യാം. ഒന്നാമത്തെ പാരഗ്രാഫിനെ ഫോർമാറ്റ് ചെയ്യാം. ഒന്നാമത്തെ പാരഗ്രാഫിനെ സെലക്ട് ചെയ്ത് അതിനുശേഷം ഇവിടെ നിന്നും ഫോർമാറ്റ് പാരഗ്രാഫ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണിത്. ബിഫോർ ടെക്സ്റ്റ്, ആഫ്റ്റർ ടെക്സ്റ്റ് എന്നിവയൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഫസ്റ്റ് ലൈൻ, ഒന്നാമത്തെ വരി, പാരഗ്രാഫ് തുടങ്ങുന്ന ഒന്നാമത്തെ വരി ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന സ്റ്റൈലാണ് ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ്. അതിനെ തിരഞ്ഞെടുക്കുക. ലൈൻ സ്പേസിങ് തിരഞ്ഞെടുക്കുക. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ പാരഗ്രാഫ് ഫസ്റ്റ് ലൈൻ ഒന്നാമത്തെ വരി ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്നു. മറ്റു മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് കാണാം. ഇതിന് ഫോണ്ടിൻ്റെ വലിപ്പം, കൂടിയൊരു വലിപ്പം വേണമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. ഒരു നിറം ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. ഈ പാരഗ്രാഫിനെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റൈല് മറ്റ് പാരഗ്രാഫുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ ക്ലോൺ ഫോർമാറ്റിങ്ങിൻ്റെ സാധ്യത നമുക്ക് വരും. ഒരു വലിയ പാരഗ്രാഫ് ആയതുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന
രീതികൾ ഇവിടെ അപ്ലൈ ആവുന്ന കാണാം. എല്ലാ പാരഗ്രാഫുകൾക്കും ഈ സ്റ്റൈൽ നൽകുക. ഇപ്രകാരം എല്ലാ പാരഗ്രാഫുകൾക്കും ആ ക്ലോൺ ഫോർമാറ്റിങ്ങിൻ്റെ സാധ്യത വെച്ച് സ്റ്റൈൽ നൽകാം. ആ ബട്ടണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് ഈ പ്രവർത്തനം അവസാനിപ്പിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്ന ചില സങ്കേതങ്ങൾ വെച്ച് ഈ പേജിന് ബാക്ക്ഗ്രൗണ്ട് കളർ, ബോർഡർ എന്നിവയെല്ലാം നൽകാം. ഹെഡർ, ഫൂട്ടർ ഇതെല്ലാം നൽകാം. ഫോർമാറ്റ് മെനുവിൽ നിന്നും പേജ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഫോർമാറ്റ് പേജ് ഫോർമാറ്റിംഗ് ജാലകത്തിലെ പേജ് എന്ന ഭാഗത്ത് പേജ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാം. A5 ആണ് പേജ് തിരഞ്ഞെടുത്തിട്ടിരിക്കുന്നത്, തയ്യാറാക്കിയിട്ടിരിക്കുന്നത്. A4ലേക്ക് പ്രിൻ്റ് ചെയ്ത് നൽകേണ്ടതാണെങ്കിൽ A4 തിരഞ്ഞെടുക്കുക. ഏരിയ എന്ന ഭാഗത്ത് നിന്നും ബാക്ക്ഗ്രൗണ്ട് കളർ തിരഞ്ഞെടുക്കാം. കളർ ഓപ്ഷനിൽ കയറുക. കളർ ഓപ്ഷനിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആയിട്ട് വരേണ്ടുന്ന ഒരു കളർ തിരഞ്ഞെടുക്കുക. ബാക്ക്ഗ്രൗണ്ട് കളർ ആയതിനാൽ എപ്പോഴും വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു കളർ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. ഒരു ലൈറ്റ് കളർ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കുന്ന കളർ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കളറുകളോട് പൊരുത്തപ്പെടുന്ന കളറായിരിക്കണം. ഹെഡർ എന്ന ഭാഗത്ത് ഹെഡർ ഓൺ ചെയ്യുക. ഫൂട്ടറും ഓൺ ചെയ്യുക. ബോർഡേഴ്സ് എന്ന ടാബിൽ 5 ടൈപ്പ് ബോർഡേഴ്സ് നമുക്കിവിടെ കാണാം. ഒന്നാമത്തത് ബോർഡർ ഇല്ലാത്ത ടൈപ്പ്. രണ്ടാമത്തെ ബോർഡർ ടൈപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ 4 ഭാഗത്തും ബോർഡറുള്ള ടൈപ്പ് വരുന്നു. ഒരു ബോർഡർ സെലക്ട് ചെയ്യുക. ബോർഡറിൻ്റെ വിഡ്ത്ത് തിരഞ്ഞെടുക്കുന്നു. ബോർഡറിൻ്റെ വിഡ്ത്തിൽ വരുന്ന, അതായത് ബോർഡറിൽ വരുന്ന നിറം മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നിറം സെലക്ട് ചെയ്യാൻ കഴിയുന്നു. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ മാറ്റങ്ങൾ അവിടെ അപ്ലൈ ആവും. നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർക്കിലേക്ക് ഒരു ഇൻഡെക്സ് ടേബിൾ തയ്യാറാക്കാൻ, ഒരു ഉള്ളടക്ക പട്ടിക തയ്യാറാക്കുന്ന പ്രവർത്തനമാണ് ആദ്യം ചെയ്യുന്നത്. ഇൻഡെക്സ് ടേബിൾ വരേണ്ടത് ആമുഖത്തിന് മുൻപിലായിട്ടാണ്, ആമുഖത്തിൻ്റെയും മുകളിലായിട്ടാണ്. അവിടെ മൗസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കഴ്സർ വരുന്നുണ്ട്, നമുക്കത് കാണാം. ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്താനായി ഇൻസേർട്ട്, ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ്, ടേബിൾ ഓഫ് കണ്ടൻസ്, ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രഫി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെയാണ് ഇൻഡെക്സ് ടേബിൾ വരുന്നത്. അതിൻ്റെ ടൈറ്റിലായിട്ട് ഉള്ളടക്കം എന്ന് ടൈപ്പ് ചെയ്ത് നൽകാം. ബാക്ക്ഗ്രൗണ്ട് ടാബിൽ നിന്നും ഉള്ളടക്ക പട്ടികയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ തിരഞ്ഞെടുത്ത് നൽകാം. ഓക്കെ ബട്ടണിൽ അമർത്തിയാൽ ഈ പ്രവർത്തനം അവസാനിപ്പിക്കും. ഇപ്പോൾ നമുക്കിവിടെ ഒരു ഉള്ളടക്ക പട്ടിക വന്നിട്ടുള്ളത് കാണാം. ഇതിലെ കണ്ടന്റുകളെല്ലാം നമ്മുടെ ഈ പുസ്തകത്തിലെ നമ്മൾ തയ്യാറാക്കുന്ന ഈ പേജിലെ മുഴുവൻ കണ്ടന്റുകളും ഇവിടെ നമുക്ക് കാണാം. അത് ഓരോന്നും ഏത് പേജിലാണെന്നും കാണാം. മൗസ് ആ കണ്ടന്റുകളുടെ മുകളിലെത്തുമ്പോൾ ആ കൺട്രോൾ ക്ലിക്ക് ടു ഫോളോ ലിങ്ക് എന്ന വാചകം കാണിക്കുന്നത് ശ്രദ്ധിക്കുക. കൺട്രോൾ കീയിൽ അമർത്തി പിടിച്ച് നമ്മളതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹെഡിങ് ഏതാണോ അതിലേക്ക് എളുപ്പത്തിൽ എത്താനും കഴിയും. ഈ തയ്യാറാക്കിയിരിക്കുന്ന വർക്കിനെ നമുക്കൊരു PDF ആക്കി മാറ്റി സേവ് ചെയ്യാം. ഫയൽ മെനുവിൽ നിന്നും ഇതിനെ സേവ് ചെയ്യുമ്പോൾ സേവാസ് ഉപയോഗിച്ച് സേവ് ചെയ്യുക. സേവാസ് ഒരു പേര് നൽകി അതിനെ സേവ് ചെയ്യണം. ഒറിജിനൽ ഫയലിൽ മാറ്റം വരുത്തരുത്. ഇതിനെ PDF ആക്കി മാറ്റാൻ ഫയൽ എക്സ്പോർട്ട് ആസ് PDF, അല്ല എങ്കിൽ നമുക്ക് ആ ഹോമിൽ തന്നെ കാണുന്ന, അതായത് സോഫ്റ്റ്വെയറിന് തുടക്കത്തിൽ തന്നെ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും മതിയാവും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ആവശ്യമുള്ള പേര് നൽകുക, സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊരു PDF ആയിട്ട് മാറിയിട്ടുണ്ട്. ആ PDF ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളടക്കം, ആമുഖം, അക്കാദമിക പ്രവർത്തനങ്ങൾ ഇവയെല്ലാം കാണാം. അതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ അതിലേക്ക് എത്തുന്നു. ഇൻഡെക്സ് ടേബിൾ ചേർക്കുന്നുള്ളൊരു പ്രധാന ഗുണമാണിത്. ഉള്ളടക്ക പട്ടികയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഭാഗത്താണോ നമുക്ക് എളുപ്പത്തിലെത്തേണ്ടത് അവിടേക്ക് എളുപ്പത്തിലെത്താം. സാമൂഹിക പ്രവർത്തനങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ സാമൂഹിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന സെലക്ഷനിലേക്ക് തന്നെ എത്തുന്നു.